അടിച്ചവന്റെ പേര് വിവരം അന്വേഷിക്കുമ്പോൾ ആളുകൾ പറയുന്നത് അവനിപ്പോ സർവീസിൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ തിരുവനന്തപുരത്ത് പോയപ്പോ ആളുകൾ പറയുന്നത് അവനിപ്പോ സർവീസിലില്ല, സസ്പെൻഷനിലാണ്, ഡിസ്മിസലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആരെ കൂടെ? അപ്പൊ നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ഞാനിത് ഏറ്റിരിക്കാത്ത ഒരു കുട്ടിയാണ്. അവൻ നടന്ന ആൾക്കാരോട് ചോദിച്ചു ഈ ഒപ്പം സസ്പെൻഷനിലായ ആൾക്കാരോട് ഡിസ്മിസലാവുമെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇല്ല, ഞങ്ങളുടെ ഒപ്പം ഡിസ്മിസലാണ്, ഞാൻ തിരിച്ചു കയറിയിട്ടില്ല, അതുകൊണ്ട് അയാൾ പുറത്തന്നെ ആയിരിക്കുന്നു. ഇതിനൊപ്പം ആളുകൾ പറയാം. അവർക്ക് പോലും അറിയാത്ത വിധത്തിൽ ഇവന്റെ ഡിസ്മിസൽ ഓർഡറിനെ അതിനെ മെല്ലെ പുഴുത്തി വെച്ച് അത് നടപ്പിലാക്കാതെ തിരുത്തി വെച്ചിട്ട് വെബ്സൈറ്റിൽ ഫോട്ടോ പോലും കൊടുക്കാതെ വടകരയിൽ ഉദ്യോഗസ്ഥന്റെ വീട് എവിടെയെന്ന് വെക്കുമ്പോൾ അവൻ പറയുന്നവന്റെ വീട് കൊല്ലത്താണെന്ന്, തിരുവനന്തപുരത്താണെന്ന് അവൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ആ കേസുകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു. അപ്പൊ ഒരു ക്രിമിനൽ പോലീസ് വേഷം അണിഞ്ഞ് ഒരു പാർട്ടി ഗുണ്ടയെ പോലെ പെരുമാറുമ്പോ ഒരു സമരരംഗത്ത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ മാത്രമല്ല അവിടെ ഒട്ടേറെ ആളുകൾക്കേറ്റ പരിക്കൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഗ്രനേഡ് ആളുകളെ പിരിച്ചുവിടാൻ എറിയുന്നതാണ് ടിയർ ഗ്യാസ്. പക്ഷെ ആളുകളുടെ മുഖത്തേക്കും തലയിലേക്കും അത് എറിഞ്ഞ് വലിയ പരിക്ക് അവർ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ചില ക്രിമിനലുകളെ, കാക്കി അണിഞ്ഞ ഗുണ്ടകളെ അവരെ ഡിസ്മിസിൽ നിന്ന് സംരക്ഷിച്ചെടുത്തിട്ട് CPM-ന്റെ ഗുണ്ടാപ്പണി പോലീസിലിരുന്ന് ചെയ്യാൻ ഏൽപ്പിച്ചതിന്റെ പുറത്തല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗുണ്ടകളുടെ ന്യായീകരണ പണി CPM ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.